നമസ്കാരം. നമ്മുടെ നാളികേര കർഷകരുടെ ഈ അടുത്തുള്ള ഏറ്റവും വലിയൊരു ഒരു പരാതി അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നാളികേരത്തിന് അല്ലെങ്കിൽ നമ്മുടെ തേങ്ങക്ക് അത്യാവശ്യ വില വർധനവുണ്ടായിട്ട് പോലും വരുമാന വർധനവ് പലർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് നമ്മുടെ തേങ്ങയുടെ വില വളരെ താണു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ തെങ്ങിൻ തോപ്പുകളിൽ അത്യാവശ്യമായിട്ടുള്ള പരിചരണ മുറകളൊന്നും തന്നെ നമ്മൾ നടപ്പിലാക്കിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വളം കൃത്യമായിട്ട് തെങ്ങ് തുറന്ന് വളം ചെയ്യുന്നതിൽ നമ്മൾ വളരെയധികം താല്പര്യക്കുറവ് കാണിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഉൽപ്പാദനം ഇത്രയും കുറയാൻ കാരണം. സാധാരണഗതിയിൽ നമ്മുടെ ഒരു തെങ്ങ് നൽകേണ്ട അല്ലെങ്കിൽ നമുക്ക് ഒരു തെങ്ങിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഉൽപ്പാദനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഉൽപ്പാദനക്ഷമത എന്ന് പറയാം, ഉൽപ്പാദനക്ഷമതയുടെ 1/3 പോലും നമുക്കിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വില വർധനവ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട കൃത്യമായൊരു സമയമാണിത്. ഈ ജൂൺ ജൂലൈ മാസം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ അകലത്തിൽ തടം തുറക്കുക, അതിന് അത്യാവശ്യമായിട്ടുള്ള വളം ചെയ്യുക. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ചെറിയൊരു സമയം കൊണ്ട് തന്നെ അത് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 വർഷം എടുക്കും നമുക്കതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ പോലും നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് തെങ്ങിലുണ്ടാക്കാൻ സാധിക്കും. നമ്മൾ നാളികേരം പൊഴിഞ്ഞു പോകുന്നതിന്, പൂക്കൾ പൊഴിഞ്ഞു പോകുന്നതിന്, അതുപോലെ തന്നെ തെങ്ങിൻ്റെ രോഗപ്രതിരോധ ശേഷിയൊക്കെ തന്നെ നമ്മൾ ഈ വളപ്രയോഗം സ്വാധീനിക്കും. അതുകൊണ്ട് ഈ ജൂൺ ജൂലൈ മാസം നമ്മൾ ഒരു തരത്തിലുള്ള മടി കാണിക്കാതെ നമ്മുടെ തെങ്ങിൻ തോപ്പുകളിൽ വളം ചെയ്യണം. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും വലിയൊരു പാളിച്ച സംഭവിച്ചത് പല കൃഷിക്കാരും തെങ്ങ് തുറന്ന് വളം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുമ്മായം ചെയ്യുന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് കുമ്മായ പ്രയോഗം. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ മണ്ണ് പരിശോധിച്ചിട്ട് വേണം കുമ്മായം ചെയ്യാൻ. മണ്ണ് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എത്രത്തോളം കുമ്മായം അതിന് വേണമെന്ന് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ വർഷം ഇനി അതിനുള്ള സമയമില്ല, നമ്മൾ ഇപ്പോൾ വളം ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഒരു പൊതു ശുപാർശ എന്നുള്ള രീതിയിൽ ഒരു തെങ്ങിന് 1 കിലോ എങ്കിലും കുമ്മായം നമ്മൾ ചെയ്യണം. ഒന്നുകിൽ കുമ്മായം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡോളമൈറ്റ് ചെയ്യാം. അപ്പോൾ കുമ്മായം ചെയ്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, കുമ്മായത്തിൽ കാൽഷ്യമുണ്ട്, ഡോളമൈറ്റ് ആണെങ്കിൽ അതിന് മഗ്നീഷ്യമുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസം. ഇപ്പോൾ മഗ്നീഷ്യമൊക്കെ കുറവാണെന്നൊക്കെ നമ്മൾ കൃഷി ഓഫീസറൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോളമൈറ്റ് ചെയ്യുന്നതായിരിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിലാണ് കുമ്മായം ചെയ്യുക, കുമ്മായത്തിലാണ് നമുക്ക് കാൽഷ്യം കിട്ടും. കുമ്മായത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ, കുമ്മായം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന വളത്തിന്, പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന രാസവളത്തിലൊക്കെ ലഭിക്കുന്ന പോഷകാംശങ്ങളുണ്ട്. നമ്മൾ വലിയ വില കൊടുത്തിട്ടാണ് രാസവളങ്ങളൊക്കെ വാങ്ങുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ രാസവളങ്ങളിലെ പോഷകാംശങ്ങൾ പലപ്പോഴും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായി പോകും. അപ്പോൾ അത് മാറ്റിയിട്ട് കൃത്യമായിട്ട് മണ്ണിനെ പരുവപ്പെടുത്തിയിട്ട് ഈ പോഷകാംശങ്ങളെ, അതായത് നമ്മൾ നൽകുന്ന പോഷകാംശങ്ങളെയും അതുപോലെ തന്നെ മണ്ണിൽ ലഭ്യമായിട്ടുള്ള പോഷകാംശങ്ങളെയും നമ്മുടെ ചെടികൾക്ക്, ഇവിടെ നമ്മൾ തെങ്ങിനെ കുറിച്ച് പറയുന്നത്, തെങ്ങുകൾക്ക് നൽകാൻ ഒരു സാഹചര്യം ഒരുക്കുന്നതാണ് കുമ്മായം. അതുകൊണ്ടാണ് കുമ്മായം ചെയ്യണമെന്ന് പറയുന്നത്. കുമ്മായം ചെയ്യാതെ നമ്മൾ വളങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വളത്തിൻ്റെ അല്ലെങ്കിൽ മണ്ണിൽ ഓൾറെഡി ഉള്ള പോഷകാംശങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും കുമ്മായം ചെയ്യാതിരിക്കരുത്. അപ്പോൾ 1 കിലോ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചെയ്യുക, അതൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സാധാരണ പറയുന്ന പോലെ നമ്മളൊരിപ്പോൾ വളം ചെയ്യുന്ന സമയത്ത് ഒരു 10-15 ദിവസം മുമ്പേ കുമ്മായം ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. എപ്പോഴും അത് സാധിക്കണമെന്നില്ല. ഇത് സാധിച്ചില്ലെങ്കിൽ കഴിയാവുന്നത്ര നേരത്തെ കുമ്മായം ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ മറ്റു വളങ്ങളിലേക്ക് പോകേണ്ടത്. പിന്നെയുള്ളത്, കുമ്മായം ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജൈവവളമാണ്. തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ജൈവവളങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ജൈവവളത്തിൽ തന്നെ നമ്മൾ സ്ഥൂല ജൈവവളങ്ങൾ, ഒരുപാട് ബൾക്കായിട്ട്, അതായത് ഒരുപാടുണ്ടാവും, പോഷകാംശങ്ങളൊക്കെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും തെങ്ങിനത് അത്തരത്തിലുള്ള വളവും കൂടി ആവശ്യമാണ്. അതായത് നമ്മുടെ ഇപ്പോൾ പച്ചില വളം ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാൻ പറ്റാവുന്നത്. അപ്പോൾ പച്ചില വളത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പച്ചില വിളകളുണ്ട്, പച്ചില ചെടികളുണ്ട്. ഇപ്പോൾ ശീമക്കൊന്ന, ഡെയിഞ്ച, അങ്ങനെയുള്ള ചെടികളൊക്കെ പച്ചില വളച്ചെടികളാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കിട്ടുമെങ്കിൽ, ശീമക്കൊന്നൊക്കെ പല സ്ഥലത്തും ഉണ്ട്, നമ്മുടെ തെങ്ങിൻ തോപ്പിലുണ്ട്, ഒരു പരിസരങ്ങളിലുണ്ട്. അങ്ങനെയുള്ളത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇനി അഥവാ പച്ചില വളച്ചെടികൾ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന്, തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് എന്തൊക്കെ പച്ചിലകൾ ലഭിക്കുന്നു അതൊക്കെ നമുക്ക് തെങ്ങിൻ തോപ്പ് തടത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെയുള്ള ജൈവവളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ജൈവവളം ഉപയോഗിക്കാം. അതായത് നമുക്ക് കമ്പോസ്റ്റ് ഉപയോഗിക്കാം, പിന്നെ ചാണകം,
തണലത്ത് ഉണക്കിയെടുത്തുള്ള ചാണകം ഉപയോഗിക്കാം. പിന്നെ എന്താണ് വേപ്പ് പിണ്ണാക്ക് ഉപയോഗിക്കാം, എല്ലുപൊടി ഉപയോഗിക്കാം, കടലപ്പിണ്ണാക്ക് ഉപയോഗിക്കാം, ചാരം ഉപയോഗിക്കാം. ഇതൊക്കെ തന്നെ ജൈവവളങ്ങളാണ്. അപ്പോൾ ഇത് 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 ഉപയോഗിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വളരെ പിശുക്ക് കാണിക്കാറുണ്ട് കൃഷിക്കാർ. അപ്പോൾ ഒരു കാരണവശാലും പിശുക്ക് കാണിക്കാൻ പാടില്ല. ഇത് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ജൈവവളങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ 25-30 കിലോ മുതൽ നമുക്ക് 50 കിലോ വരെ ഉപയോഗിക്കാം തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു പിശുക്കും കാണിക്കാതെ ചെയ്യുക. ഇതിൽ 2-3 കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, പുണ്ണാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വളമാണ് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് 2 തരത്തിലുള്ള പുണ്ണാക്കാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഒന്ന് നമ്മുടെ വേപ്പ് പുണ്ണാക്ക്, രണ്ടാമത്തെ നമ്മുടെ കടലപ്പിണ്ണാക്ക്. ഇതിലേതാണ് നല്ലത്? എപ്പോഴും നമ്മളിപ്പോൾ സാധാരണ ചർച്ചാ ക്ലാസ്സുകളൊക്കെ കൃഷിക്കാർ ചോദിക്കുന്നതാണ്. നല്ലത് എന്തുകൊണ്ടും കടലപ്പിണ്ണാക്ക് തന്നെയാണ്. കാരണം കുറച്ചും കൂടെ പോഷകാംശം, നൈട്രജൻ കുറച്ചും കൂടെ കൂടുതലുള്ളത് നമ്മുടെ കടലപ്പിണ്ണാക്കിലാണ്. പക്ഷേ കടലപ്പിണ്ണാക്കിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര ഈ ഒരു വർധനവ് അത്ര ഗുണം നമുക്ക് ചെയ്യുന്നു തോന്നുന്നില്ല. പിന്നെ വേപ്പ് പിണ്ണാക്കിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, അതിൽ ഈ രോഗപ്രതിരോധ ശേഷിയുള്ള കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേപ്പ് പിണ്ണാക്കിൻ്റെ വിലയാണെങ്കിൽ പൊതുവെ കുറവാണ്. കടലപ്പിണ്ണാക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വേപ്പ് പിണ്ണാക്കിൻ്റെ വില കുറച്ച് കുറവാണ്. അപ്പോൾ ഈ കടലപ്പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശുപാർശ ചെയ്യുന്നത് വേപ്പ് പിണ്ണാക്കാണ്. അപ്പോൾ വേപ്പ് പിണ്ണാക്ക് ചെയ്യുക. 5 കിലോ വേപ്പ് പിണ്ണാക്ക് ഒരു തെങ്ങിന് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ശുപാർശ. അപ്പോൾ നല്ല വേപ്പ് പിണ്ണാക്കാണോ എന്ന് പ്രത്യേകിച്ച് നോക്കി വാങ്ങണം. പിന്നെ എല്ലുപൊടി ഒരു നല്ല വളമാണെങ്കിൽ പോലും അത്ര നല്ല വളമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വാങ്ങുന്ന പല എല്ലുപൊടിയും വളരെയധികം മായം ചേർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ നല്ല എല്ലുപൊടിയൊക്കെ നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റുമെങ്കിൽ എല്ലുപൊടി നല്ലതാണ്. പിന്നെ അതുപോലെയുള്ള ഇപ്പോൾ ചാരത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചാരം പൊതുവേ കുറവാണ്. കാരണം വീടുകളിൽ ഇപ്പോൾ വിറക് കത്തിക്കുന്നതൊക്കെ കുറഞ്ഞതുകൊണ്ട് ചാരം പൊതുവേ ലഭ്യതയൊക്കെ കുറവാണ്. പിന്നെ ചാരത്തിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, വളരെ ചെറിയ അളവിലേ പൊട്ടാഷുള്ളൂ. നമ്മൾ പൊട്ടാഷ് വളം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കൃഷിക്കാരോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ചാരം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചാരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗുണം വെച്ച് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ ചാരം അത്രത്തോളം നല്ലൊരു വളമേ അല്ല. കാരണം അതിൽ പോഷകാംശം വളരെ കുറവാണ്. 2%, 3%ഒക്കെയാണ് ഈ ചാരത്തിലുള്ള പൊട്ടാഷിൻ്റെ അളവ്. അപ്പോൾ പൊട്ടാഷ് ചെയ്യുന്നത് പൊട്ടാഷ് തന്നെ, ചാരമായിട്ട് കാണും. ഇപ്പോൾ തെങ്ങിൻ്റെ ഭാഗങ്ങൾ, തെങ്ങിൻ്റെ മടല്, ഓല, ചിരട്ട അല്ലെങ്കിൽ മണ്ടയിലെ ഭാഗങ്ങൾ പ്രത്യേകിച്ച് കത്തിക്കുമ്പോൾ കുറേയും കൂടെ നല്ല ചാരം നമുക്ക് ലഭിക്കും. അപ്പോൾ ചാരം അങ്ങനെയുള്ള എന്തൊക്കെ നമുക്ക് ലഭ്യമാണ്, ഏതൊക്കെ തരത്തിലുള്ള, പിന്നെ മണ്ണിര കമ്പോസ്റ്റ്, അങ്ങനെയുള്ള പല സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള എന്തൊക്കെ നമുക്ക് ലഭ്യമാണ് അതൊക്കെ നമ്മൾ ഈ ജൈവവളത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഞാനിത് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും ജൈവവളം കുറക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ജൈവവളം വില കൊടുത്ത് വാങ്ങുന്നതിൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ കഴിയുന്നതും നമ്മൾ കമ്പോസ്റ്റ് പോലുള്ളതൊക്കെ തന്നെ നമ്മൾ തെങ്ങിൻ തോപ്പുകളിൽ തന്നെ ഇനി മുതൽ എങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്താം. അത് കഴിഞ്ഞ് പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ രാസവളം. വളരെ പ്രധാനപ്പെട്ടതാണ് രാസവളം. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, പല കൃഷിക്കാരും ഈ രാസവളം ചെയ്ത് കഴിഞ്ഞാൽ എന്തോ വലിയൊരു ദോഷം, അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിന് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഒരു ധരിച്ചു വെച്ചിട്ടുള്ളൊരു സ്ഥിതിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ തെങ്ങിന് ഒരു ശരാശരി എന്നുള്ള രീതിയിൽ വളരെ ചെറിയ അളവിൽ മാത്രമേ രാസവളം ശുപാർശ ചെയ്യുന്നുള്ളൂ. പിന്നെ കൃത്യമായിട്ട് നനയ്ക്കുകയും മറ്റ് പരിചരണ മുറകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല അളവിലുള്ള വളം കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ മിനിമം ചെയ്താൽ മതി. മിനിമം അളവിലുള്ളതെങ്കിലും രാസവളം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഏതൊക്കെ രാസവളം ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാസവളം എന്ന് പറയുന്നത് നമ്മൾ യൂറിയ, മഷൂറിഫോസ്, പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ നേർവളങ്ങൾ, സ്ട്രേറ്റ് ഫെർട്ടിലൈസർ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോഷകാംശങ്ങൾ ഒന്ന് മാത്രമേ, ഒരു വളത്തിനകത്ത് ഒന്ന് എന്നുള്ള രീതിയിലുള്ള നമ്മൾ നേർവളങ്ങളെന്ന് പറയാം. അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വില വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് കോംപ്ലക്സ് ഉണ്ട്, മിക്സർ ഉണ്ട്, അങ്ങനെയുള്ള സംഭവമുണ്ട്. പക്ഷെ അതൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് വില കൂടും. അപ്പോൾ കഴിയുന്നതും നമ്മളൊരു സാമ്പത്തികമായിട്ടുള്ളൊരു ഇതും കൂടെ നോക്കിക്കൊണ്ട് നമ്മൾ യൂറിയ, മഷൂറിഫോസ്, പൊട്ടാഷ്, അങ്ങനെയാണെങ്കിൽ ഒരു തെങ്ങിന് മിനിമം നമ്മൾ ശുപാർശ ചെയ്യുന്നത് യൂറിയ 750 ഗ്രാമും അതുപോലെ തന്നെ മഷൂറിഫോസ് 850 ഗ്രാമും, പൊട്ടാഷ് 1 കിലോ 250 ഗ്രാമും നമ്മൾ ഒരു തെങ്ങിന് രാസവളമായിട്ട് ചെയ്യണം. ഇനി നന്നായിട്ട്, ഞാൻ പറഞ്ഞ 2 തരത്തിൽ ചെയ്യാം. നന്നായിട്ട് ചെയ്യുക, അതായത് നമ്മൾ നനയ്ക്കുന്നുണ്ട്, മറ്റെല്ലാ പരിചരണവും നന്നായിട്ട് നൽകുന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിയ 1 കിലോ 100 ഗ്രാമും, പിന്നെ മഷൂറിഫോസ് 1 കിലോ 600 ഗ്രാമും, പൊട്ടാഷ് 2 കിലോഗ്രാമും ഒരു തെങ്ങിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ
സാധാരണ ശുപാർശ മിനിമമാണ്. അതുകൊണ്ട് തന്നെ മടിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നമ്മൾ എല്ലാ വർഷവും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാസവളമുണ്ട്. തെങ്ങിൻ്റെ ഒരു പേര് പറഞ്ഞു, അതായത് കോക്കനട്ട് മിക്സ്. നമ്മൾ പലരും കേട്ടിട്ടുള്ളതാണ്. ഇത് തെങ്ങിന് ഈ പ്രധാന പോഷകാംശങ്ങൾ എത്ര തോതിൽ വേണം എന്ന രീതിയിൽ ഉണ്ടാക്കിയത്. അതായത് 10, 5, 20 എന്നാണ് ഈ മിക്സ്ചറിൻ്റെ പേര്. 10, 5, 20 കോക്കനട്ട് മിക്സ്ചർ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സാധാരണ പരിപാലനം നടത്തുന്ന ഒരു ആവറേജ് മാനേജ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു തെങ്ങിന് 3 കിലോ 400 ഗ്രാം 3 കിലോ 400 ഗ്രാം എന്നുള്ള രീതിയിൽ ഈ കോക്കനട്ട് മിക്സ്ചർ കൊടുക്കാം. ഇനി നല്ല രീതിയിൽ പരിചരണം നടത്തുകയാണെങ്കിലോ നമുക്ക് 5 കിലോ കൊടുക്കാൻ പറ്റും. അതാണ് വ്യത്യാസം. 5 കിലോ കോക്കനട്ട് മിക്സ്ചർ നമുക്ക് ഒരു തെങ്ങിന് കൊടുക്കാൻ പറ്റും. ഇനി ഫാക്ടം ഫോസ് എന്ന് പറഞ്ഞ വളം സാധാരണഗതിയിൽ തെങ്ങിന് ഒരു ശുപാർശ ചെയ്യുന്നൊരു വളമല്ല ഫാക്ടം ഫോസ്. ഞാൻ പറയുന്നതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫാക്ടം ഫോസിൻ്റെ അകത്ത് പൊട്ടാഷ് 0 ആണ്, ഇല്ല. അപ്പോൾ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടൊരു പോഷകാംശമാണ് പൊട്ടാഷ്. കാരണം പൊട്ടാഷ് തെങ്ങിനെ പലതരത്തിലും സ്വാധീനിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് സ്വാധീനം എന്താണെന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മച്ചിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, തേങ്ങ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, തേങ്ങ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിലുള്ള കൊപ്ര അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, അതിൻ്റെ തേങ്ങയുണ്ടല്ലോ കാമ്പ്, ആ കാമ്പിന് നല്ല കാമ്പുണ്ടാകാൻ വേണ്ടിയിട്ട്, പിന്നെ കൂടുതൽ വെളിച്ചെണ്ണ കിട്ടാൻ വേണ്ടി, ഇതിനൊക്കെ സഹായിക്കുന്നതാണ് പൊട്ടാഷ്. അതുകൊണ്ട് ഒരു കാരണവശാലും പൊട്ടാഷ് ഇല്ലാത്തൊരു വളപ്രയോഗത്തെക്കുറിച്ചിട്ട് തെങ്ങിൻ്റെ കാര്യത്തിൽ ആലോചിക്കരുത്. അതുകൊണ്ട് ഫാക്ടം ഫോസ് മാത്രമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് ചെയ്യരുത് എന്നേ പറയാനുള്ളൂ. ഫാക്ടം ഫോസ് മാത്രമായിട്ട്. ഫാക്ടം ഫോസ് വാങ്ങുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും നേരത്തെ എത്രയാണ് പൊട്ടാഷ് പറഞ്ഞത് അത്രയും പൊട്ടാഷും കൂടെ അതിൻ്റെ കൂടെ വാങ്ങിയിരിക്കണം. അത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൻ്റെ കൂടെ നമ്മൾ യൂറിയയും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഫാക്ടം ഫോസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ശരാശരി പരിപാലനം നടത്തുന്ന സ്ഥലത്തേക്കാണെങ്കിൽ ഒരു തെങ്ങിന് 850 ഗ്രാം ഫാക്ടം ഫോസ് വേണം. ഒരു തെങ്ങിന് 850 ഗ്രാം ഫാക്ടം ഫോസ് വേണം. യൂറിയ 350 ഗ്രാം വേണം. പിന്നെ പൊട്ടാഷ് ആണെങ്കിൽ 1 കിലോ 250. പൊട്ടാഷ് ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞത് 1 കിലോ 250 ഗ്രാമാണ്. അതേ അളവിൽ ഫാക്ടം ഫോസിൻ്റെ അകത്ത് പൊട്ടാഷ് 0 ആണ്. ഇപ്പോൾ 20 0 എന്ന് പറയുമ്പോൾ പൊട്ടാഷാണ് 0. 20 നൈട്രജൻ 20 ഫോസ്ഫറസ്, പൊട്ടാഷ് 0. അപ്പോൾ അതുകൊണ്ട് പൊട്ടാഷ് നേരത്തെ എത്രയാവുക ആ ഫുൾ ഡോസ് പൊട്ടാഷ് ഫാക്ടം ഫോസ് ഉപയോഗിക്കുമ്പോൾ ചെയ്യാം. അതുകൊണ്ടാണ് പൊട്ടാഷ് ചെയ്യുന്നതിൽ ഫാക്ടം ഫോസ് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. ഇത് ആവറേജ് മതി. ഇനി അങ്ങനെയല്ല, നന്നായിട്ട് പരിചരിക്കുന്നതാണെങ്കിൽ നമ്മൾ ഒരു തെങ്ങിന് 1 കിലോ 600 ഗ്രാം ഫാക്ടം ഫോസ് ചെയ്യാം. പിന്നെ യൂറിയ ആണെങ്കിൽ ഒരു 400 ഗ്രാമോളം യൂറിയ ചെയ്യാം. പിന്നെ പൊട്ടാഷ് നേരത്തെ നമ്മൾ നല്ല പരിചരണത്തിന് പറഞ്ഞിട്ടുള്ളത് 2 കിലോ ആണ്. അപ്പോൾ 2 കിലോ പൊട്ടാഷ് ചെയ്യാം. മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നത് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന പേരല്ല. അപ്പോൾ ഇത്രയും വളങ്ങൾ നമ്മൾ ഫാക്ടം ഫോസായിട്ട് ചെയ്യാം. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് പൊതുവേ ഒരു മഞ്ഞളിപ്പൊക്കെ കാണുന്നു, നമ്മുടെ ഓലകൾക്കൊന്നും അത്ര വലിയൊരു ആരോഗ്യം കാണുന്നില്ല എന്നൊക്കെയുള്ള സ്ഥലത്ത് മഗ്നീഷ്യത്തിൻ്റെ അഭാവമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് 500 ഗ്രാം ചെയ്യാം. പൊതുവായിട്ട് ചെയ്യുന്നതിൽ പോലും തകരാറില്ല. മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എങ്കിൽ പോലും നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് 500 ഗ്രാം ഒരു തെങ്ങിന് കൊടുക്കുന്നതിന് പ്രയാസമില്ല. അപ്പോൾ ഈ വളപ്രയോഗം, അതായത് നമ്മളിപ്പോൾ കൃത്യമായ അളവിലുള്ള ജൈവവളം ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യാതെ രാസവളം ചെയ്യുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തെങ്ങിന് എന്താ പറയുക ഒരു ശോഷണം സംഭവിക്കുന്നതൊക്കെ പറയാം. അത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ ചോറ് കഴിക്കാതെ അല്ലെങ്കിൽ അതുപോലെ ഭക്ഷണം കഴിക്കാതെ ടോണിക് കഴിക്കുന്നത് പോലുള്ള ഒരു പ്രശ്നമാണത്. അപ്പോൾ അതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത് കുമ്മായ നിർബന്ധമായിട്ട് ചെയ്യണം. കുമ്മായ അല്ലെങ്കിൽ ഡോളമേറ്റ് ചെയ്യാം. ഇനി മഗ്നീഷ്യത്തിൻ്റെ ഒരു അഭാവമുണ്ട് എന്നൊക്കെ കൃഷി ഓഫീസറൊക്കെ പറയുന്ന ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോളമേറ്റ് തന്നെ ചോദിച്ച് വാങ്ങിക്കുക. ഡോളമേറ്റ് ആണെങ്കിൽ കുമ്മായമാണെങ്കിലും ഒരേപോലെ മതി. ഒരു കിലോ ആണെങ്കിൽ 1 കിലോ. ഇപ്പോൾ ഡോളമേറ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ വളരെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഡോളമേറ്റ് കുറച്ചും കൂടെ ചെയ്യാം. അതായത് കുമ്മായ 1 കിലോ ചെയ്യുമ്പോൾ ഒരു ഡോളമേറ്റ് ഒരു 1.25 കിലോ 1.5 കിലോ ഒക്കെ നമുക്ക് ഡോളമേറ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഇതിൽ ഒരു ഓർത്ത് വെക്കാൻ വേണ്ടി 1 കിലോ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാലും തന്നെ മതി. അപ്പോൾ കുമ്മായം ചെയ്യുക. പിന്നെ ജൈവവളങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ജൈവവളങ്ങൾ ചെയ്യുക. ഒരു കാരണവശാലും പിശുക്കുണ്ടാകാൻ പാടില്ല. നല്ല ജൈവവളങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ ജൈവവളം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ പച്ചില വളമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് ഒതുങ്ങാൻ വേണ്ടി വെക്കുന്നത് നല്ലതാണ്. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വേവുന്ന ആ ഒരു ചൂട് കൊണ്ട് നമ്മുടെ മണ്ണിലെ സൂക്ഷ്മ ജീവികൾക്കൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാത്തത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് കിട്ടുകയാണെങ്കിൽ ഒരാഴ്ചയോ 2-3 ദിവസമെങ്കിലും ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഏറ്റവും അവസാന ദിവസം നമ്മൾ മണ്ണിട്ട് മൂടുന്ന ദിവസം നേരത്തെ പറഞ്ഞ രീതിയിലുള്ള രാസവളങ്ങൾ ചെയ്യാം. ഇങ്ങനെ വളപ്രയോഗം തെങ്ങിന് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം നമ്മൾ അടുത്ത കാലത്ത് തന്നെ, ഞാനിത് പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയുന്നത്, ഇപ്പം നല്ല വില കിട്ടുന്നുണ്ട്. ഇപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ടേ അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഒരു കാരണവശാലും വിചാരിക്കാൻ പാടില്ല. നമ്മൾ പൂ കൊഴിഞ്ഞു പോകാനും നമ്മൾ മച്ചിങ്ങ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ വളപ്രയോഗങ്ങൾ സഹായിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉൽപ്പാദനം വർദ്ധിക്കും. ഇന്നത്തെ ഈ വില വർധനവിന് വേണ്ടി നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് നല്ല കറവ ഉള്ള അല്ലെങ്കിൽ നന്നായിട്ട് പാല് തരുന്നൊരു പശുവിനെ നമ്മുടെ തൊഴുത്ത് കെട്ടിയിട്ട് മിനിമം മാത്രം മതി, എനിക്ക് ഇത്ര പാല് മതി എന്ന് പറഞ്ഞിട്ട് ഒരു കറവക്കാരൻ കറന്നു വരുന്നത് പോലെയാണ് പൊതുവേ നമ്മുടെ തെങ്ങ് കൃഷി മേഖലയിൽ അല്ലെങ്കിൽ നാളികേര തോട്ടങ്ങളിലെ ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ പറ്റില്ല. പരമാവധി തന്നെ നമ്മൾ ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ ഒരു കാലാവസ്ഥ കൃത്യമായ സമയമാണ്. ഇതിപ്പോൾ നമ്മൾ ജൂൺ ജൂലൈ എന്ന് പറയുന്നത് കൃത്യമായ സമയമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള രാസവളത്തിൻ്റെ 2 ഭാഗം നമുക്ക് പിന്നെ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കൊടുത്താലും മതിയാകും. അങ്ങനെയൊന്നും അത് രണ്ടാമതൊക്കെ ചെയ്യാൻ പലപ്പോഴും പ്രയാസങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചെയ്താലും മതിയാകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഗുണം നമുക്ക് നമ്മുടെ തെങ്ങിൻ തോപ്പുകളിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.